ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പെപ്ലം ടോപ്പാണ്. അതായത് പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പെപ്ലം ടോപ്പ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തുണി ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കും കൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെയാണ് തുണി മടക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അതായത് ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്കും ഇതുപോലെ ഇവിടെ ഇങ്ങനെ രണ്ട് ഭാഗം, ഈ ഒരു ഫോൾഡ് ചെയ്ത് ഈ ഓപ്പൺ ഭാഗമാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ തുണി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പെപ്ലം ടോപ്പിൻ്റെ പാറ്റേൺ ആണിത്. ഇത് ബാക്ക് ഭാഗം, ഇത് ഫ്രണ്ട് ഭാഗം, ഇത് നമ്മുടെ സ്ലീവ്, ഇത് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ ബാക്ക് ഭാഗം നമ്മുടെ കയ്യിലുണ്ടാവും. ഫ്രണ്ട് ഭാഗത്തിന് ഇതുപോലെ ഒരു കർവ് ഉണ്ടാവും. ബാക്ക് ഭാഗം ആകുമ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പെപ്ലം ടോപ്പിൽ ഉണ്ടാവും. അതായത് ഫ്രണ്ട് ഉണ്ടാവും, ബാക്ക് ഉണ്ടാവും, സ്ലീവ് ഉണ്ടാവും, സ്കേർട്ടിൻ്റെ ബാക്കും ഉണ്ടാവും, ഫ്രണ്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ബാക്ക് വെക്കുകയാണ് കേട്ടോ. കാരണം ബാക്ക് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണി നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ അറിയാണ്ട് കട്ട് ചെയ്ത് പോകും. ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും നമുക്ക് വ്യത്യാസം ഉണ്ടല്ലോ. ഒരേപോലെയാണ് ഒരളവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ബാക്ക് കഴുത്ത് വരക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. തുണി ഇങ്ങനെ നീങ്ങുന്ന തുണിയായ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും വെട്ടി എടുത്തിട്ടുണ്ട്. അതിൽ ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഒരു കർവ് ഉണ്ട്, അടിയിലൊരു കർവും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ നീളമല്ല, കഴുത്തിൻ്റെ നീളമല്ലല്ലോ നമുക്ക് ഫ്രണ്ടിൽ വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്നറിയാം, ഇനി അതിലൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പീസ്, അതായത് ഫ്രണ്ട് പാറ്റേൺ ഇതുപോലെ നമ്മൾ ആ തുണിയുടെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കഴുത്ത്, ഫ്രണ്ട് കഴുത്ത് പലരും പല മോഡലിലാവുമല്ലോ. ബാക്ക് ചിലപ്പോൾ എന്തായാലും യു കഴുത്ത് അല്ലെങ്കിൽ വി കഴുത്ത് അല്ലെങ്കിൽ ചതുരമൊക്കെ ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക, ആ കഴുത്ത് ബാക്ക് കഴുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസിൽ ഇതേപോലെ നമ്മൾ പാറ്റേൺ വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് ഏത് മോഡലാണോ നമ്മൾക്ക് കഴുത്ത് വെച്ചെങ്കിൽ അത് നമ്മൾ പാറ്റേണിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആ ഒരു തുണിയിൽ വെച്ചിട്ട് പാറ്റേണിൽ വെച്ചിട്ട് വരക്കുക. പിന്നെ അടിയിൽ കണ്ട ഇതേപോലെ നമുക്ക് ബാക്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു കർവ് മോഡൽ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലെ തുണി മാറ്റിയിട്ട് ഫ്രണ്ട് ഭാഗത്തെ പീസ് എടുത്തിട്ട് വേണം പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ. മനസ്സിലായില്ലേ? ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇപ്പം ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ട, അപ്പോൾ ഫ്രണ്ട് ഭാഗം നമുക്ക് ഇങ്ങനെ ഒരു മോഡലാണ് കിട്ടുക. കണ്ട, അതായത് ആ ഒരു ഭാഗം ഇതേപോലെ കർവ് പോലെ കുറച്ച് കയറിയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഫ്രണ്ട് ഭാഗം കിട്ടുക. ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ട്. ഇപ്പം നമുക്ക് ബാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ടും കിട്ടിയിട്ടുണ്ട്. കാരണം ബാക്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് വേണ്ടത്, ഫ്രണ്ടിൽ ഇതുപോലെ ഒരു കർവ് മോഡലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെ നമ്മളിത് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു പാറ്റേൺ ഡ്രസ്സിൻ്റെ മുകളിൽ വെക്കുക, വരക്കുക, വെട്ടുക. ഇത്രയാണ് നമുക്ക് പണി വരുന്നതുള്ളൂ. അപ്പോൾ പാറ്റേണിൻ്റെ എല്ലാ സൈസും, അതായത് പെപ്ലം ടോപ്പിൻ്റെ എല്ലാ സൈസും, പാറ്റേണിൻ്റെ എല്ലാ സൈസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ലാർജ്, മീഡിയം, ലാർജ്, സ്മോള്, എക്സൽ, ഡബിൾ എക്സൽ, ത്രിബിൾ എക്സൽ എല്ലാത്തിൻ്റെയും മോഡൽ, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ടാണ് വേണ്ടത്. അപ്പോൾ സ്കേർട്ടിന് നമ്മൾ ഇതേപോലെ തുണി ഒന്നെങ്കിൽ തുണി നാലാക്കിയിട്ട് മടക്കിയിടുക, അങ്ങനെ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് രണ്ടാക്കി മടക്കിയിട്ടാണെങ്കിലും അങ്ങനെയും ചെയ്യാം. നാലാക്കി മടക്കി ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വെട്ടിയിട്ട് പിന്നെ ബാക്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും എടുക്കണം.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ആദ്യം ഫ്രണ്ട് ഭാഗം വെട്ടട്ടെ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ ബാക്ക് ഭാഗം വേറെയും കട്ട് ചെയ്തോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ തുണി 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടില്ല. ഇതേപോലെ 2 ആക്കി മടക്കിയിട്ടിട്ട് ആദ്യം ഞാൻ ഫ്രണ്ട് ഭാഗമാണ്, അതായത് ഫ്രണ്ട് സ്കേർട്ടാണ് ഞാൻ ആദ്യം വെട്ടിയെടുക്കുന്നത്. അപ്പോൾ എളുപ്പം എനിക്ക് തോന്നുന്നത് 4 ആക്കി മടക്കിയിട്ടിട്ട് സ്കേർട്ട് വെട്ടുകയാണ് ചെയ്യേണ്ടത്. കാരണം ഫ്രണ്ട് കുറച്ച് കുനിച്ച് വെട്ടുക, ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുക, അത്രയാണ് പണി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതേപോലെ എന്ത് ചെയ്യണത് 2 ആക്കി മടക്കിയിട്ടിട്ട് ഇതേപോലെ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ തുണി 2 ആക്കി മടക്കിയിട്ടിട്ട് പാറ്റേൺ, സ്കേർട്ടിൻ്റെ പാറ്റേൺ ഇതുപോലെ അതിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് അങ്ങനെ ഒരു കുനിപ്പ് വരും. അങ്ങനെ വേണം നമ്മൾ ഫ്രണ്ട് ഭാഗം വരച്ചെടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്കേർട്ടിൻ്റെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ആ ഒരു ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മൾക്ക് എന്താണ് ടൈലറിങ് അറിയുക, വെട്ടാൻ അറിയില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു പാറ്റേൺ. ഈ പാറ്റേൺ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുണിയുടെ മുകളിൽ വെക്കുക, വരക്കുക, വെട്ടുക, ഇത്രയാണ് പണിയുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫ്രണ്ട് ഭാഗം വെട്ടിയിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ട ഇവിടെ ഒരു കുനിപ്പ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കുനിപ്പ് ഈ ഒരു ഇതിൻ്റെ അടുക്ക് വരില്ല. ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ചുളിവിട്ട് കയറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ട. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഫുള്ള് കട്ടിങ്ങാണ് നമ്മൾ കാണിക്കുന്നത്. സ്റ്റിച്ചിങ് കാണിക്കാത്തതൊന്നുമല്ല, ഇതന്നെ ഒരുപാട് ലെങ്തി ആയതുകൊണ്ടാണ്. അപ്പോൾ കട്ടിങ് ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ ഫുൾ വീഡിയോ, അതായത് പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ നാളെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കട്ടിങ്, ഈ ഒരു പാറ്റേൺ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ഭാഗം കൂടെ നമുക്ക് വേണം. അപ്പോൾ ബാക്ക് പണിയൊന്നുമില്ല, നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അതേപോലെ പാറ്റേൺ വെക്കുക, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇത്രയാണ് നമുക്ക് പണി വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് പാറ്റേൺ വെച്ചിട്ട് വെട്ടുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ, അതായത് ഇതുപോലെ 2 ആക്കിയിട്ട് മടക്കിയിടുക. നമ്മൾ ഫ്രണ്ട് ഭാഗം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് കുറച്ച് അങ്ങനെ നിൽക്കുന്ന ഭാഗം നമ്മൾ കുറച്ച് മേലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ ഒരു കുനിപ്പ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ട, അതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ചോക്ക് വെച്ചിട്ട് ഇതും വരച്ചെടുക്കാം. അപ്പോൾ ബാക്ക് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് അതേപോലെ ഇതങ്ങോട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കും കിട്ടി, ഫ്രണ്ടും കിട്ടി. കണ്ട, ഇതുപോലെ ബാക്ക് ഭാഗവും നമുക്ക് സ്കേർട്ട് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് വേണ്ടത് എന്താ, സ്ലീവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതും കൂടെ നോക്കാം. ഇനി നമുക്ക് ബാക്കി വരും, അതായത് ഞാൻ 2 മീറ്ററിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഏച്ചുട്ടിയിട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാനത് ചെയ്തില്ല. ഒരു 2.5 മീറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവ് കയ്യും എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറൊരു 1/2 മീറ്റർ തുണി എടുത്തിട്ട് അതിലിതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ കൈ ഞാൻ വെച്ചെടുത്ത്. അപ്പോൾ ഞാൻ ആദ്യം തുണിയിട്ടപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ അടിഭാഗം അതുപോലെ ആ തേര് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച തേരിൻ്റെ ഭാഗം അടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ തുണി എന്ത് ചെയ്ത് മറ്റേതുപോലെ ഇതേപോലെ മടക്കി ഇട്ട്. എന്നിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അടിഭാഗം, ആ തേര് ഭാഗം നമുക്ക് അടിഭാഗത്തേക്ക് വരുമല്ലോ. അപ്പോൾ ഇനി നമ്മൾ 4 ആക്കി മടക്കി ഇട്ടതിന് ശേഷം നമ്മുടെ സ്ലീവ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്ലീവിൽ ഇറക്കം എന്താണ് 3/4 നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫുൾ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തുണിയുടെ മേലെ കയറ്റി വെച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിത് ഫുൾ സ്ലീവ് കിട്ടണം. ഞാൻ മോളുടെ അളവിലാണ്, ലാർജ് സൈസിലാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത്
അടിഭാഗം ആദ്യം അറിയാണ്ട് അവിടുന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്ത്, പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് വീണ്ടും അവിടുന്ന് അടി വരെ ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് പിന്നെ വെട്ടിയെടുത്തത്. അപ്പോൾ ഇതുപോലെ തുണി 4ആക്കി മടക്കിയിടുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കുക, മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം വെച്ചെടുത്തപ്പോൾ ഫുൾ സ്ലീവ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. കണ്ട, പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഫുള്ളായിട്ട് അങ്ങോട്ട് വരച്ച് ഇട്ട് അടി വരെ അങ്ങോട്ട് വരച്ചെടുത്ത്. കാരണം ഇത് മുട്ടിൻ്റെ ഇറക്കാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്ലീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നീട്ടി ഒന്നും കൂടെ വരച്ചു കൊടുത്തു. അപ്പോൾ സ്ലീവിൻ്റെ കൈ നമുക്ക് മുട്ട് ഇറക്കാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ തുണിയിൽ തന്നെ ഒന്ന് കൂട്ടിയെടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് സ്ലീവിൻ്റെ ഇതും വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പെപ്ലം ടോപ്പിൽ വരുന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് പെപ്ലം ടോപ്പിൻ്റെ പാറ്റേൺ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മളതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണതാണ്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു പാറ്റേൺ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെപ്ലം ടോപ്പ് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവരും എന്ത് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട്, അതായത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബായ്.